അസ്സലാമു അലൈക്കും. സൃഷ്ടാവിനെ പറ്റിയിട്ട് വ്യക്തമായി പറഞ്ഞു തരുന്ന ഒരു അധ്യായമാണ് സൂറ അൽ അനാം. അതിലെ നമ്മൾ മനസ്സിലാക്കിയ പല കാര്യങ്ങളും സത്യമാണെന്ന് തെളിയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. സൂറ അൽ അനാമിലെ 1-ാമത്തെ ആയത്ത് പറയുന്നത്, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുകയും ഇരുട്ടുകളും വെളിച്ചവും ഉണ്ടാക്കി തരികയും ചെയ്ത അള്ളാഹുവിനാകുന്നു സ്തുതി. എന്നിട്ടും ഇതാ സത്യനിഷേധികൾ തങ്ങളുടെ രക്ഷിതാവിന് സമന്മാരെ വെക്കുന്നു. ഇവിടെ പറയുന്നത് ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ചു തന്ന, അതിൽ ഇരുട്ടും വെളിച്ചവും അഥവാ രാവും പകലും സൃഷ്ടിച്ചു തന്ന അള്ളാഹുവിനെ അവർ സമന്മാരെ വെക്കുന്നു എന്ന്. സൃഷ്ടാവിന്റെ അനുഗ്രഹമാണ് രാവും പകലും. സൃഷ്ടാവിന്റെ കൈകളെന്ന അംശത്തിന്റെ പ്രക്രിയയാണ് അതൊക്കെ. എന്നിട്ടും സൃഷ്ടാവിനെ സമന്മാരെ വെക്കുന്നു എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. അവൻ അത്ര കളിമണ്ണിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചത്, എന്നിട്ട് അവൻ ഒരു അവധി നിശ്ചയിച്ചിരിക്കുന്നു. അവങ്കൽ നിർണിതമായ മറ്റൊരു അവധിയുണ്ട്, എന്നിട്ടും നിങ്ങൾ സംശയിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് രണ്ടവധി എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മുടെ മരണമാണ്, മറ്റൊന്ന് നമ്മളെ പുനരുദ്ധാരണവും. അതിൽ 3 പറയുന്നത്, അവൻ തന്നെയാണ് ആകാശങ്ങളിലും ഭൂമിയിലും സാക്ഷാൽ ദൈവം. നിങ്ങളുടെ രഹസ്യവും നിങ്ങളുടെ പരസ്യവും അവൻ അറിയുന്നു, നിങ്ങൾ നേടിയെടുക്കുന്നതും അവൻ അറിയുന്നു. നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിന് നമ്മളെല്ലാ രഹസ്യവും പരസ്യവും അറിയാൻ കഴിയും. നമ്മുടെ രഹസ്യവും പരസ്യവും ഒക്കെ സൃഷ്ടാവിനെ അറിയാൻ പറ്റുന്ന പറയുന്നത്. നമ്മൾ എന്തെല്ലാം നേടിയെടുക്കുന്നുണ്ട് അതൊക്കെ അള്ളാഹുവിനെ അറിയുന്നു. അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള ഏതൊരു ദൃഷ്ടാന്തം അവർക്ക് വന്നു കിട്ടുമ്പോഴും അവരതിനെ അവഗണിച്ച് കളയുക തന്നെ ആവുന്നു. അള്ളാഹുവിൽ നിന്നുള്ള ഏതൊരു ദൃഷ്ടാന്തം വരുമ്പോഴും അത് കേൾക്കുന്ന ആളുകൾ അവഗണിച്ചിട്ടേ ഉള്ളൂ എന്നാണ് അള്ളാഹു പറയുന്നത്. അവഗണിച്ച് കളയുക തന്നെ ചെയ്യുന്നത്. അങ്ങനെ ഈ സത്യം അവർക്ക് വന്നു കിട്ടിയപ്പോഴും അവരതിനെ നിഷേധിച്ചു കളഞ്ഞു. എന്നാൽ അവർ ഏതൊന്നിനെ പരിഹസിച്ചു കൊണ്ടിരുന്നുവോ അതിന്റെ വൃത്താന്തങ്ങൾ വഴിയെ അവർക്ക് വന്നെത്തുന്നതാണ്. അപ്പോൾ ഖുറാനിലേക്ക് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലേക്ക് ഈ ഒരു ദൃഷ്ടാന്തം വരുന്ന സമയത്ത് ഇപ്പോൾ വഴിയെ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷമായിരിക്കണം. ലോകം അവസാനിക്കുന്നതിന് മുന്നുള്ള ഏതൊരു ജനതയിലേക്കും ഈ സത്യങ്ങൾ വന്നെത്താം. അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവർ കണ്ടില്ലേ, അവർക്ക് മുമ്പ് നാം എത്ര തലമുറകളെ നശിപ്പിച്ചിട്ടുണ്ടെന്ന്. നിങ്ങൾക്ക് നാം ചെയ്തു തന്നിട്ടില്ലാത്ത സൗകര്യം ഭൂമിയിൽ അവർക്ക് നാം ചെയ്തു കൊടുത്തിരുന്നു. നാം അവർക്ക് ധാരാളമായി മഴ വർഷിപ്പിച്ചു കൊടുക്കുകയും അവരുടെ താഴ്ഭാഗത്ത് കൂടി നദികൾ ഒഴുക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് അവരുടെ പാപങ്ങൾ കാരണം നാം അവരെ നശിപ്പിക്കുകയും അവർക്ക് ശേഷം നാം വേറെ തലമുറകളെ ഉണ്ടാക്കുകയും ചെയ്തു. അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ വരുന്ന സമയത്തൊക്കെ നിഷേധിക്കുന്നവരുണ്ട്, വിശ്വസിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അവരിലേക്ക് ശിക്ഷ വന്നിട്ടുണ്ട്. ഏതൊരു ജീവനുള്ള മനുഷ്യനും സൃഷ്ടാവിനെയാണ് വിശ്വസിക്കേണ്ടതും ആരാധിക്കേണ്ടതും അംഗീകരിക്കേണ്ടതും. പക്ഷെ എത്ര പേര് അതിൽ നിന്ന് വഴി തെറ്റി പോകുന്നുണ്ട്. അത് എത്ര അനീതിയാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ തന്നെ ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കും.